മൊബൈൽ ഫോൺ നോക്കി വാഹനം ഓടിക്കുന്നവരെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുക എന്നതാണ് നമ്മുടെ കഥാനായകനായ ഗബ്രിയേൽ എന്ന മാലാഖയുടെ ജോലി. മനുഷ്യർക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കില്ല. അദ്ദേഹം വിചാരിച്ചാൽ മാത്രമേ മനുഷ്യർക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയത്തുള്ളൂ. എന്നാൽ ഗബ്രിയേലിന് തന്റെ ഈ ജോലി അത്ര ഇഷ്ടമല്ല. അദ്ദേഹം മൊബൈൽ ഫോൺ നോക്കി വണ്ടി ഓടിക്കുന്ന ഒരുപാട് മനുഷ്യരെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നുണ്ടെങ്കിലും മനുഷ്യർക്ക് വേണ്ടി കുറച്ചുകൂടി വലിയ എന്തെങ്കിലും കാര്യം ചെയ്യണമെന്നാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. എന്നാൽ ഗബ്രിയേൽ ചെറിയ റാങ്കുള്ള മാലാഖയാണ്. അതുകൊണ്ടാണ് ഗബ്രിയേലിന്റെ 2 ചിറകുകൾ ചെറുതായിട്ടുള്ളത്. മാർത്ത എന്ന ഈ മാലാഖയാണ് മാലാഖമാരുടെ മാനേജർ അഥവാ ബോസ്. ഹലീമ എന്ന ഈ മാലാഖയാണ് മനുഷ്യരെ സുനാമി പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത്. വീഴാനായി പോകുന്ന മനുഷ്യരെ രക്ഷിക്കുന്ന മാലാഖയാണ് എറിക്. അങ്ങനെ ഓരോ മാലാഖമാർക്കും ഓരോ ഡ്യൂട്ടീസ് ഉണ്ട്. ജീവിതം മടുത്ത് ആത്മഹത്യ ചെയ്യാനായി പോകുന്ന മനുഷ്യരെ തിരിച്ച് ജീവിതത്തിലെ നേരായ പാത കാണിച്ചു കൊടുക്കുന്ന മാലാഖയാണ് അസ്രായേൽ. അസ്രായേൽ മറ്റു മാലാഖമാരോട് അദ്ദേഹം രക്ഷിച്ച ഓരോ ആൾക്കാരുടെ ജീവിതത്തെ കുറിച്ച് പറയുകയാണ്. ഒരാൾ നയഗ്ര ഫോൾസിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാനായി ശ്രമിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അസ്രായേൽ പ്രത്യക്ഷപ്പെടുകയും നേരായ വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം തന്റെ കുടുംബത്തിന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ ആരംഭിച്ചു. അപ്പോൾ ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ അസ്രായേലിനെ പോലെ ആകണമെന്നാണ് ഗബ്രിയേലിന്റെ ആഗ്രഹം. അതായത് ജീവിതം മടുപ്പ് പിടിച്ച് നിൽക്കുന്നവരെ തിരിച്ച് സന്തോഷകരമായ ജീവിതത്തിലേക്ക് നയിക്കണം. ആ ജോലിയാണ് ഗബ്രിയേലിന് വേണ്ടത്. മാർത്തയുടെ അടുത്ത് ചെന്ന് ഗബ്രിയേൽ പറയാണ്, എനിക്കും അസ്രായേലിനെ പോലെ ആവണം. ജീവിതം മടുപ്പ് പിടിച്ച മനുഷ്യരെ തിരിച്ച് സന്തോഷപരമായ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ മാർത്ത ഗബ്രിയേലിനോട് പറയണം, ശരി, പക്ഷെ അതിന് ആദ്യം നീ യോജിച്ച ഒരാളെ കണ്ടെത്ത്. അതായത് ജീവിതം അത്രത്തോളം മടുത്ത ഒരാളെ. സോ ഗൈസ്, അമേരിക്കയിലേക്ക് ജോലി അന്വേഷിച്ചു വന്ന ഇന്ത്യൻ സ്വദേശിയാണ് അർജ് എന്ന ഇദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഫോണിൽ ടെക്സ്റ്റ് ചെയ്ത് കാർ ഡ്രൈവ് ചെയ്യുകയാണ്. അദ്ദേഹം പല കമ്പനീസിൽ തന്റെ CV അയച്ചെങ്കിലും അവിടെ നോക്കി അദ്ദേഹത്തെ റിജക്ട് ചെയ്യുകയാണ്. ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കാനായി പോവുകയാണ് എന്ന് തന്റെ കൂട്ടുകാരന് അർജ് ടെക്സ്റ്റ് ചെയ്തു. പക്ഷെ ആ മെസ്സേജ് അർജ് സെൻഡ് ചെയ്തിട്ടില്ല. ഈ സമയം അർജ് മൊബൈൽ ഫോണിൽ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ട്രക്കിലേക്ക് ക്രാഷ് ചെയ്യാനായി പോവുകയാണ്. അപ്പോൾ ഗബ്രിയേൽ അർജിനെ തൊട്ടിട്ട് ആ അപകടത്തിൽ നിന്ന് രക്ഷിക്കുകയാണ്. സോ അർജ് ഒരു ഡെലിവറി ബോയ് ആയിട്ടാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അങ്ങനെ ഒരു ഫേമസ് ബേക്കറിയിൽ നിന്ന് അവിടുത്തെ ഫേമസ് വിഭവം വാങ്ങാനായി 2 മണിക്കൂറിലധികമായി ക്യൂവിൽ നിൽക്കുന്നു. അപ്പോഴാണ് അവിടുത്തെ സ്റ്റാഫ് വന്ന് ക്യൂവിൽ നിൽക്കുന്നവരോട്, വെരി സോറി, ഇന്നത്തേക്കുള്ളത് എല്ലാം വിറ്റു തീർന്നു, എല്ലാവരും അടുത്ത ദിവസം വന്നോളൂ എന്ന് പറയുന്നത്. അങ്ങനെ ദേഷ്യം പിടിച്ച് എല്ലാവരും മടങ്ങിപ്പോയി. ഭക്ഷണം ഓർഡർ ചെയ്ത കസ്റ്റമറിനെ വിളിച്ചിട്ട് അർജ് പറയാണ്, ഞാൻ 2 മണിക്കൂറിലധികം ക്യൂവിൽ നിന്നു, പക്ഷെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി. ദയവ് ചെയ്ത് നിങ്ങൾ എനിക്ക് ടിപ്സ് എങ്കിലും നൽകണം. അപ്പോൾ തന്നെ അവര് കോൾ കട്ട് ചെയ്തു. അതായത് നമ്മുടെ അർജ് 2 മണിക്കൂറിലധികം ക്യൂവിൽ നിന്നത് വേസ്റ്റ്. ഈ സമയം ആ ബേക്കറിയിൽ ജെഫ് എന്ന ഒരു പണക്കാരന് വന്ന് ഭക്ഷണം വാങ്ങിച്ചിട്ട് പോകുന്നു. സ്റ്റാഫിനോട് അർജ് ചോദിക്കാണ്, താങ്കളല്ലേ പറഞ്ഞത് എല്ലാം വിറ്റു തീർന്നു എന്ന്? അപ്പോൾ പിന്നെ അതെന്താ? ഓഹ് അതോ, അത് ഞങ്ങൾ അദ്ദേഹത്തിനായി മാറ്റി വെച്ചതാണ്. ആക്ച്വലി അദ്ദേഹം നമ്മുടെ ബേക്കറിയിലെ ഒരു ഇൻവെസ്റ്റർ കൂടിയാണ്. അപ്പോൾ പണമുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്തും എളുപ്പത്തിൽ കിട്ടുമെന്ന് അർജുന് മനസ്സിലായി. അപ്പോൾ അർജുന്റെ കഷ്ടപ്പാടൊക്കെ ഗബ്രിയേൽ മാലാഖ കാണുന്നുണ്ട്. ഡെലിവറി ബോയ് അല്ലാതെ ബാക്കി സമയം അർജുൻ ഒരു വെയർ ഹൗസിലും ജോലി ചെയ്യുന്നുണ്ട്. അവിടെ തന്നെ ജോലി ചെയ്യുന്ന ഈ സ്ത്രീയുടെ പേരാണ് എലീന. ബ്രേക്ക് ടൈമിൽ പുള്ളിക്കാരി അർജുന്റെ അടുത്ത് വന്ന് അവര് പരിചയപ്പെട്ട് സംസാരിക്കുന്നൊക്കെയുണ്ട്. രാത്രി അർജുൻ ദിവസവും അദ്ദേഹം ഭക്ഷണം കഴിക്കുന്ന സ്ട്രീറ്റ് ഫുഡ് സ്പോട്ടിൽ ചെന്നു. അവിടുന്ന് അദ്ദേഹം ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ നിന്നും എലീനയെ കാണുകയാണ്. അങ്ങനെ അവര് ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. രണ്ടുപേരും സാമ്പത്തികമായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ്. ഒരേ സമയം ഒരുപാട് ജോലികൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ അർജുൻ ഉറക്ക് വളരെ കുറവാണ്. എന്നാൽ താൻ ഉറങ്ങാൻ കിടന്നാൽ ഉറക്ക് കിട്ടാറുമില്ല. എപ്പോഴും ടെൻഷനാണ്. അപ്പോൾ നന്നായി ഉറങ്ങാൻ വേണ്ടി എലീന അർജുന് ഒരു സൂത്രം പറഞ്ഞു കൊടുത്തു. എനിക്ക് രാത്രി ഉറക്ക് കിട്ടുന്നില്ലെങ്കിൽ ഇന്ന് ഒരു ആപ്പില് സ്ലീപ്പ് സ്റ്റോറീസ് ഞാൻ കേൾക്കും. അത് കേട്ടാൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾക്ക് ഉറങ്ങാനായി കഴിയും. സോ അർജുന് താമസിക്കാൻ വീടൊന്നുമില്ല. തന്റെ കാറിലാണ് അർജുൻ താമസിക്കുന്നത്. രാത്രി എവിടെങ്കിലും കാർ പാർക്ക് ചെയ്ത് തുണി കൊണ്ട് ഗ്ലാസ് ഒക്കെ മറിച്ചിട്ടാണ് അർജുൻ കാറിൽ കിടന്ന് ഉറങ്ങാറുള്ളത്. രാത്രി നാട്ടിൽ നിന്ന് അർജുന്റെ അച്ഛൻ വിളിക്കുകയാണ്. ജോലിക്കാര്യം ചോദിക്കാനാണ് അച്ഛൻ അർജുനെ വിളിച്ചത്. മോനെ എന്തായി, ജോലി റെഡിയായോ എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ, ഇല്ല അച്ഛ, ഞാൻ ഒരു കമ്പനിയിൽ CV സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അവര് വൈകാതെ എന്നെ വിളിക്കും. അപ്പോൾ അച്ഛൻ പറയാണ്, നീ അവിടെ CVയും സബ്മിറ്റ് ചെയ്തിരുന്നോ? നിന്റെ കസിൻ നെവീന് മൈക്രോസോഫ്റ്റ് കമ്പനിയിൽ ഹൈ സാലറി ഉള്ള ജോലി കിട്ടി, നീ അവനെ കണ്ടുപഠിക്ക്. അങ്ങനെ അർജുന്റെ രാത്രിയത്തെ മൂടും പോയി. എലീന പറഞ്ഞതുപോലെ സ്റ്റോറീസ് കേട്ട് ഉറങ്ങാനാണ് അർജുന്റെ പ്ലാൻ. അങ്ങനെ ഓൾമോസ്റ്റ് ഉറങ്ങി വന്നതാണ്. അപ്പോഴാണ് ആപ്പിൽ സബ്സ്ക്രിപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഒച്ചത്തിൽ പരസ്യം വന്നത്. അങ്ങനെ
ഉറക്കത്തുനിന്ന് അർജുൻ ഞെട്ടി എഴുന്നേറ്റു. അപ്പോൾ അർജുന്റെ ഈ വിഷമങ്ങളൊക്കെ ഗബ്രിയേൽ കാണുന്നുണ്ട്. അടുത്ത ദിവസം ഗബ്രിയേൽ മാർത്തയെ കാണാൻ ചെന്നു. എന്നിട്ട് പുള്ളിക്കാരിയോട് പറയാണ്, ഞാൻ താങ്കൾ പറഞ്ഞതുപോലെ ജീവിതം മടുത്ത ഒരാളെ കണ്ടു. അവന് ജോലിയൊന്നും കിട്ടാതെ കഷ്ടപ്പെടുകയാണ്. അതേപോലെ അവൻ കാറിലാണ് കിടന്നുറങ്ങുന്നത്. അതേപോലെ അവനാണെങ്കിൽ ജീവിതം അവസാനിപ്പിക്കാനുള്ള ചിന്തയുമുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നീ അവന് നേർവഴി കാണിച്ചു കൊടുക്ക്. പക്ഷേ നീ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയാൽ അതിന്റെ ശിക്ഷ നീ തന്നെ ഏറ്റുവാങ്ങണം എന്നും മാർത്ത ഗബ്രിയേലിനോട് പറയുന്നുണ്ട്. ഒരു രാത്രി ഒരു പാർക്കിങ്ങിൽ കാർ പാർക്ക് ചെയ്ത് കിടന്നുറങ്ങുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി അർജുന്റെ അടുത്ത് വന്ന് അർജുനെ തെറി വിളിക്കുകയാണ്. മര്യാദക്ക് കാർ എടുത്തു പോയിക്കോ, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. അങ്ങനെ വളരെ റൂഡായിട്ടാണ് സെക്യൂരിറ്റി അർജുനെ തെറിയൊക്കെ വിളിച്ചത്. ഒരു ജിമ്മിലെ ബാത്റൂമിൽ നിന്നാണ് അർജുൻ കുളിക്കുന്നതും പല്ല് തേക്കുന്നതും ഒക്കെ. അർജുനെ പോലെ തന്നെ വീടൊന്നുമില്ലാത്ത ഒരാളാണ് ലിയോണാർഡ്. അദ്ദേഹം അർജുനോട് നിന്റെ കയ്യിൽ പേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആകെ കുറച്ച് പേസ്റ്റ് മാത്രമേ ബാക്കിയുള്ളെങ്കിലും ആ പേസ്റ്റ് അർജുൻ അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. അദ്ദേഹം അർജുനോട് പറയാണ്, ഞാൻ ഇന്ന് ഒരു പെൺകുട്ടിയുടെ കൂടെ ഡേറ്റിന് പോവുകയാണ്, അതുകൊണ്ട് എന്നെങ്കിലും പല്ല് തേക്കണം. അപ്പോൾ ഇതൊക്കെ കാണുന്ന ഗബ്രിയേലിന് മനസ്സിലായി അർജുൻ മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ നല്ല മനസ്സുള്ള ആളാണ് എന്ന്. ഒരു ദിവസം ഒരു വലിയ കോടീശ്വരന്റെ വീട്ടിൽ ഗാരേജ് ക്ലീൻ ചെയ്യാനായി അർജുൻ ചെല്ലുകയാണ്. അപ്പോൾ ആ കോടീശ്വരനെയാണ് അർജുൻ അന്ന് ബേക്കറിയിൽ വെച്ച് കണ്ടത്. ജെഫ് എന്ന ആ കോടീശ്വരൻ വലിയ പണക്കാരനാണെങ്കിൽ കൂടി അതിന്റെ അഹങ്കാരമൊന്നും അദ്ദേഹത്തിനില്ല. നല്ല മനസ്സുള്ള വ്യക്തിയാണ് ജെഫ്. അദ്ദേഹത്തിന്റെ ഗാരേജിലുള്ള കാറുകളൊക്കെ കണ്ട് അർജുൻ അത്ഭുതപ്പെട്ടു. അതിൽ ഒരു ക്ലാസിക് പോർഷെ കാർ കണ്ടപ്പോൾ അതിനെ കുറിച്ചൊക്കെ അർജുൻ ജെഫിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ജെഫ് പറയാണ്, അത് ജസ്റ്റ് ഞാൻ കളക്ട് ചെയ്ത് വെച്ച ഒരു കാറാണ്, എനിക്ക് മാനുവൽ ഓടിക്കാൻ അറിയാത്തത് കൊണ്ട് ഞാൻ ഇതുവരെ അത് ഓടിച്ചു നോക്കിയിട്ടില്ല. ശേഷം ജെഫ് ക്ലീൻ ചെയ്യേണ്ട ഗാരേജ് അർജുന് കാണിച്ചു കൊടുത്തു. എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ജെഫ് അർജുനോട് പറയുന്നുണ്ട്, എന്തോ ആവശ്യമുണ്ടെങ്കിലും വീട്ടിലേക്ക് കയറി വന്നോളൂ, ഞാൻ അവിടെ തന്നെയുണ്ട്. അങ്ങനെ അർജുൻ ഗാരേജ് ക്ലീൻ ചെയ്തിട്ട് ബിഫോർ ആഫ്റ്റർ ഫോട്ടോ ജെഫിന് കാണിച്ചു കൊടുത്തു. അദ്ദേഹം ഇംപ്രസ്ഡ് ആയി. അദ്ദേഹം ബുറാട്ട എന്ന വിഭവം കഴിക്കുകയാണ്. നിനക്ക് ബുറാട്ട ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന് അർജുൻ പറഞ്ഞു. എന്നാൽ ഇതാ നിന്റെ ജീവിതത്തിലെ ആദ്യത്തെ ബുറാട്ട എന്റെ കൈകൊണ്ട് തന്നെ ആവട്ടെ. അപ്പോൾ അത് കഴിച്ചപ്പോൾ അർജുന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ എന്തായാലും അർജുൻ നല്ലൊരു ജോലി നോക്കുകയാണ്. അതേപോലെ ജെഫിന്റെ വീട്ടില് അസിസ്റ്റൻസ് ഒന്നും ഇല്ലാത്ത കാര്യവും അർജുൻ ശ്രദ്ധിച്ചു. അങ്ങനെ അർജുൻ ജെഫിനോട് അത് ചോദിക്കുകയാണ്. അതായത്, എനിക്ക് താങ്കൾ ഇവിടെ എന്തെങ്കിലും ജോലി തരാമോ? എനിക്ക് അത്യാവശ്യം എല്ലാ ജോലിയും ചെയ്യാൻ അറിയാം. താങ്കളുടെ അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ എന്ത് സഹായവും ചെയ്തു തരാം. പക്ഷെ ആദ്യമായിട്ട് കാണുന്ന ഒരാളെ വീട്ടിൽ ജോലിക്ക് നിർത്താൻ ജെഫിന് അത്ര താല്പര്യമൊന്നുമില്ല. എന്നാൽ പോലും അർജുന്റെ സംസാരവും കോൺഫിഡൻസും എല്ലാം ജെഫിന് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അദ്ദേഹം അർജുനോട് പറയാണ്, ഒരാഴ്ച നിനക്ക് ഞാൻ ഇവിടെ ജോലി തരാം. ആ ഒരാഴ്ച കൊണ്ട് നീ ക്വാളിഫൈഡ് ആണ് എന്ന് എനിക്ക് തോന്നിയാൽ മാത്രമേ നിനക്ക് ഞാൻ പെർമനന്റ് ആയിട്ട് ജോലി തരത്തുള്ളൂ. അർജുൻ അതിന് സമ്മതിച്ചു. സോ അതിനുശേഷം ജെഫിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അർജാണ്. അദ്ദേഹത്തിന്റെ മെയിൽസ് ചെക്ക് ചെയ്ത് അദ്ദേഹത്തിന് എവിടെയൊക്കെയാണ് അപ്പോയിന്റ്മെന്റ്സ് ഉള്ളത് എന്ന് പറയല്, അദ്ദേഹം സ്വിമ്മിംഗ് പൂളിൽ ചില്ലടിച്ചിരിക്കുമ്പോൾ ഭക്ഷണം കൊണ്ടെത്തിക്കല്, അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം റീൽസ് ഷൂട്ട് ചെയ്യല്, അങ്ങനെ സകല കാര്യങ്ങളും അർജുൻ തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. അതേപോലെ ജെഫിന്റെ 40ാം പിറന്നാളാണ് വരാനായി പോകുന്നത്. അപ്പോൾ ബർത്ത്ഡേക്ക് വലിയ പാർട്ടി തന്നെയാണ് ജെഫ് അറേഞ്ച് ചെയ്തത്. പാർട്ടിക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഡാൻസ് ഒക്കെ അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുകയാണ്. ജെഫിന് കാറുകൾ കളക്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് പോലെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള മറ്റൊരു കളക്ഷനാണ് വാച്ച് കളക്ഷൻസ്. മില്യൺസ് ഓഫ് US$ വില വരുന്ന വാച്ച് കളക്ഷൻസ് ആണ് ജെഫിനുള്ളത്. അങ്ങനെ ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള ആരും കൊതിക്കുന്ന ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ജെഫിന്റേത്. എനിവേസ് ഒരാഴ്ചക്ക് ശേഷം നമ്മുടെ അർജുന് ജെഫ് പെർമനന്റ് ആയിട്ട് ജോലി നൽകുകയാണ്. ജെഫ് അർജുന് ഉപയോഗിക്കാനായി ക്രെഡിറ്റ് കാർഡ് നൽകി. അത് നൽകുമ്പോൾ അദ്ദേഹം പ്രത്യേകിച്ച് എടുത്തു പറയുന്ന കാര്യമാണ്, യാതൊരു കാരണവശാലും നിന്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ഈ കാർഡ് ഉപയോഗിക്കാൻ പാടില്ല. ജോലി ആവശ്യത്തിന് വേണ്ടി വരുന്ന ചിലവുകൾക്ക് മാത്രമേ ഈ കാർഡ് വെച്ച് പണം ചിലവാക്കാൻ പാടുള്ളൂ. ഇവിടെ ഇതുവരെ ജെഫിനോട് ചോദിക്കാത്ത ഒരു കാര്യം അർജുൻ ചോദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ പൂത്ത കാശുണ്ട്. എന്നാൽ ഈ കാശൊക്കെ എവിടുന്നാണ് വരുന്നത് എന്ന് അർജുന് അറിയത്തില്ല. താങ്കൾ എന്താണ് ചെയ്യുന്നത്? താങ്കൾ ഓഫീസിൽ പോകുന്നതൊന്നും തന്നെ ഞാൻ കാണുന്നില്ല, ജോലി ചെയ്യുന്നതും ഞാൻ കാണുന്നില്ല, പിന്നെ എവിടുന്നാണ് താങ്കൾക്ക് ഇത്രയും അധികം പണം? അപ്പോൾ ജെഫ് പറയാണ്, ആക്ച്വലി ഞാൻ എന്റെ 20കളിലും 30കളിലും ചെറിയ ചെറിയ കമ്പനീസിലും പണം
നിക്ഷേപിച്ചു. ആ കമ്പനീസ് വളർന്നു വന്നപ്പോൾ എനിക്ക് അവിടുന്നൊക്കെ കിട്ടുന്ന ഷെയർസും വളർന്നു. നീ മുന്നേ ജോലി ചെയ്ത ഫുഡ് ഡെലിവറി ആപ്പിന്റെ ഓണറാണ് ഞാൻ. ആ കമ്പനിയുടെ വലിയ ഒരു ഷെയർ ഹോൾഡർ ആണ് ഞാൻ. സോ നമ്മുടെ അർജ് താമസിക്കുന്നത് ഒരു ഹോട്ടലിലാണ്. അന്ന് രാത്രി അർജുനെ എലീന കോൾ ചെയ്തു. നമുക്ക് നാളെ ഡേറ്റിന് പോയാലോ എന്ന് ചോദിച്ചിട്ട്. അത് കേട്ടപ്പോൾ അർജുന് നല്ല സന്തോഷമായി. അടുത്ത ദിവസം ജെഫിന്റെ വീട്ടിലെത്തിയ അർജുനോട് ജെഫ് പറയാണ്, ഇന്നലെ രാത്രി ഇവിടെ ഒരു കള്ളൻ കയറാനെ ശ്രമിച്ചു. ഞാൻ ഇവിടെ ഇല്ലാത്ത സമയം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഷെൽഫ് പാസ്വേഡ് അടിച്ച് ഓപ്പൺ ചെയ്യണം. ഇതിൽ എന്റെ തോക്കുണ്ട്. ആരെങ്കിലും അതിക്രമിച്ച് കയറിയാൽ ആദ്യം വെടിവെക്കുക, എന്നിട്ട് മാത്രം ചോദ്യം ചോദിക്കുക എന്നൊക്കെ ജെഫ് അർജുനോട് പറഞ്ഞു. അപ്പോൾ സർ കേസ് ആവത്തില്ലേ എന്നൊക്കെ അർജുൻ ചോദിച്ചപ്പോൾ അതൊന്നും നീ പേടിക്കേണ്ട, എനിക്ക് ഗൺ ഉപയോഗിക്കാൻ ലൈസൻസ് ഉണ്ട്. നീ വെടിവെച്ചാലും ഞാൻ വെച്ചാലും അത് ഞാൻ ചെയ്തതുപോലെ കണക്കാക്കൂ. അതിനുശേഷം ജെഫിനോട് അർജു പറയാണ്, ഇന്ന് രാത്രി ഞാൻ ഉണ്ടാവില്ല. ഞാൻ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഞാൻ അവളുടെ കൂടെ ഡേറ്റിന് പോവുകയാണ്. ആഹാ, നിനക്ക് അവളെ ഇഷ്ടമുള്ള കാര്യം അവൾക്ക് അറിയുമോ എന്ന് ജെഫ് ചോദിച്ചപ്പോൾ ഇല്ല, അവൾക്ക് അറിയത്തില്ല. ഞാൻ ഇന്ന് അത് അവളോട് തുറന്നു പറയുമെന്ന് അർജു പറയുകയാണ്. അപ്പോൾ എവിടത്തേക്കാണ് പോകുന്നത് എന്ന് ജെഫ് ചോദിച്ചു. ടാക്കോസ് കഴിക്കാനാണ് പോകുന്നത് എന്ന് അർജു പറഞ്ഞപ്പോൾ അയ്യേ, ടാക്കോസ് കഴിക്കാനോ? ഒരു പെൺകുട്ടിയെ കൂട്ടിയിട്ട് അവിടെയാണോ ഡേറ്റിന് പോകേണ്ടത്? നീ ഒരു കാര്യം ചെയ്യ്, ഡൺസ്മൂർ റെസ്റ്റോറന്റ് ചെന്നാൽ മതി, അതാണ് ബെസ്റ്റ് പ്ലേസ്. അപ്പോൾ അത് എക്സ്പെൻസീവ് ആയിരിക്കത്തില്ലേ സർ എന്ന് അർജു ചോദിച്ചപ്പോൾ ഏയ്, അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല എന്ന് ജെഫ് പറയുകയാണ്. അർജുന്റെ ഷർട്ടിൽ കോഫി വീണ കാറയുണ്ട്. ഇത് ധരിച്ചുകൊണ്ടാണോ നീ ഡേറ്റിന് പോകുന്നത് എന്ന് ചോദിച്ച് ജെഫ് അർജുന് അദ്ദേഹത്തിന്റെ വളരെയധികം വില കൂടിയ ജാക്കറ്റ് ധരിക്കാനായി നൽകുകയാണ്. അങ്ങനെ ജെഫ് പറഞ്ഞ റെസ്റ്റോറന്റിൽ അർജു അലീനെ കാണാൻ ചെന്നു. അവിടെ വെച്ച് അവര് രണ്ടുപേരും അവരുടെ ഇഷ്ടം തുറന്നു പറഞ്ഞു. ഇനി അവിടുത്തെ മെനു നോക്കിയപ്പോൾ എല്ലാം വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള വിഭവങ്ങളാണ്. അത് കണ്ടപ്പോൾ എലീന അർജുനോട് പറയുന്നുണ്ട്, നമുക്ക് വേറെ എവിടെങ്കിലും പോകാമെന്ന്. ഏയ്, അതൊന്നും വേണ്ട, നമുക്ക് ഇവിടെ തന്നെ കഴിക്കാം എന്ന് പറഞ്ഞ് അർജു ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തു. അതേപോലെ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷാമ്പെയിനും അർജു ഓർഡർ ചെയ്യുന്നുണ്ട്. അവസാനം എല്ലാം കഴിഞ്ഞ് ബില്ല് വന്നപ്പോൾ $335, അതായത് ഏകദേശം 30,000 രൂപ. നമുക്ക് ബില്ല് സ്പ്ലിറ്റ് ചെയ്യാം എന്നൊക്കെ എലീന പറഞ്ഞെങ്കിലും ഏയ്, അതൊന്നും വേണ്ട എന്ന് അർജു പറഞ്ഞു. പക്ഷെ എങ്ങനെ ഇത്ര വലിയ തുക ബില്ല് അടക്കുമെന്ന് അർജുന് ഒരു ഐഡിയയുമില്ല. കാരണം അർജുന്റെ കൈവശം അത്ര വലിയ തുകയൊന്നുമില്ല. അങ്ങനെ വേറെ വഴിയില്ലാതെ അർജു ജെഫ് നൽകിയ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണ്. ജെഫ് പ്രത്യേകം പറഞ്ഞതാണ് പേഴ്സണൽ ആവശ്യത്തിന് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ പാടില്ല എന്ന്. സോ അടുത്ത ദിവസം ജെഫിന്റെ വീട്ടിലെത്തിയ അർജു അവിടെ ചുമരിലുള്ള ജെഫ് വെക്കേഷൻസ് പോയ ഫോട്ടോസ് ഒക്കെ അത്ഭുതത്തോടെ നോക്കുകയാണ്. ഇതൊക്കെയാണ് മോനെ ലൈഫ്. അപ്പോഴാണ് ജെഫ് അർജുനെ വിളിച്ചത്. എന്നിട്ട് നീ ഇന്നലെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ എന്ന് ചോദിച്ചു. സർ, താങ്കൾ പറഞ്ഞ റെസ്റ്റോറന്റിലാണ് ഞാൻ ഇന്നലെ പോയത്. അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. എന്റെ കയ്യിൽ അത്ര കാശില്ലായിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അത്രയും വലിയ ബില്ല് കണ്ടത്. വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചത് എന്നൊക്കെ അർജു പറഞ്ഞെങ്കിലും ജെഫ് അർജുനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ്. അപ്പോൾ അർജു ജെഫിനോട്, സർ പ്ലീസ്, ഈ കാശ് എന്റെ സാലറിയിൽ നിന്ന് കട്ടാക്കിക്കോളൂ, ഞാൻ ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ജെഫ് അതൊന്നും കേൾക്കാൻ തയ്യാറല്ല. അദ്ദേഹം അർജുനെ പിരിച്ചുവിട്ടു. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ പഴയ ഡെലിവറി ജോലിക്ക് കയറാനായി നോക്കിയപ്പോൾ അതിലാണെങ്കിൽ ഇപ്പോൾ വേക്കൻസിയുമില്ല. അങ്ങനെ കുറച്ച് കാശ് സമ്പാദിക്കാൻ വേണ്ടി അർജു ബ്ലഡ് ഒക്കെ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായി കയറി അർജു അവിടെ തന്നെ കിടന്നുറങ്ങിയപ്പോൾ വെയിറ്റർ വന്ന് അർജുനെ അവിടുന്ന് പുറത്താക്കുകയാണ്. പുറത്തുപോയി അർജു നോക്കുമ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ കാറ് കാണുന്നില്ല. പാർക്കിംഗ് ടിക്കറ്റ് അടക്കാത്തത് കൊണ്ട് കാറ് ട്രക്കിൽ ടോ ചെയ്ത് കൊണ്ടുപോയി. അങ്ങനെ ആകെ ഡിപ്രഷൻ അടിച്ച് ഇരിക്കുമ്പോഴാണ് അവിടെ അർജുന്റെ അടുത്ത് ഗബ്രിയൽ എത്തിയത്. എന്റെ പേര് ഗബ്രിയൽ, ഞാൻ മാലാഖയാണ് എന്ന് ഗബ്രിയൽ പറഞ്ഞപ്പോൾ താൻ എന്താണ് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ കഴിഞ്ഞ് വന്നതാണ് എന്നായിരുന്നു അർജു അദ്ദേഹത്തോട് ചോദിച്ചത്. അപ്പോൾ അർജുന്റെ ജീവിതത്തെ കുറിച്ച് സകല കാര്യങ്ങളും ഗബ്രിയൽ പറഞ്ഞു. നീ ഇപ്പോൾ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ് എന്ന് എനിക്കറിയാം. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം നിനക്ക് ഇനിയും ഭാവിയുണ്ട്. വാ, ഞാൻ നിനക്ക് നിന്റെ ഭാവി കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഗബ്രിയൽ അർജുനെ ഭാവിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഒരു ഫാക്ടറിയിൽ ചെറിയ ഒരു ജോലിയാണ് അർജുൻ ചെയ്യുന്നത്. അർജുൻ എലീനയും കല്യാണം കഴിഞ്ഞ് ഒന്നിച്ച് ചെറിയ ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. പക്ഷെ ഒരു ദിവസം അലീന അവരുടെ മക്കൾക്ക് ടൂർ പോകാൻ കാശ് വേണമെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും എനിക്ക് അഫോർഡ് ചെയ്യാൻ കഴിയത്തില്ല എന്നാണ് അർജുൻ മറുപടി കൊടുത്തത്. അങ്ങനെ ഭാവിയിൽ നിന്ന് പ്രസന്റിലേക്ക് വന്ന അർജുൻ ഗബ്രിയലിനോട് ചോദിക്കാണ്, അത്രയും വർഷം കഴിഞ്ഞിട്ടും സാമ്പത്തികമായിട്ട് എന്റെ പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ലേ? ഇതാണോ എന്റെ ഭാവി? ഇതിനേക്കാൾ നല്ലത് ഞാൻ ഇപ്പോൾ തന്നെ ചാവുന്നതാ. ഞാൻ ആഗ്രഹിച്ചത് ഈ ജീവിതമല്ല. ജീവിക്കണമെങ്കിൽ ജെഫിനെ പോലെ ജീവിക്കണം. അപ്പോൾ ഗബ്രിയൽ പറയാണ്, പണമുണ്ട് എന്ന് വെച്ച് എല്ലാ സന്തോഷങ്ങളും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ പണമുണ്ടെങ്കിൽ എന്തും കിട്ടുമെന്ന് അർജുൻ അദ്ദേഹത്തോട് തർക്കിച്ചിട്ട് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് നോക്കാം എന്ന് പറഞ്ഞ് ഗബ്രിയൽ അർജുന്റെ തോളിൽ തട്ടി. ഗൈസ്, എനിക്ക് നിങ്ങളുടെ ചെറിയ
ഒരു സഹായം വേണം. നമ്മുടെ വീഡിയോസ് കാണുന്ന 90% ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നത്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ നല്ല നല്ല കോണ്ടന്റ് നിങ്ങൾക്കായി കൊണ്ടുവരാൻ അത് എനിക്ക് വലിയ ഒരു മോട്ടിവേഷൻ തന്നെയായിരിക്കും. അപ്പോൾ പ്ലീസ് ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവര് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ ബാക്ക് ടു ദി സ്റ്റോറി. പെട്ടെന്ന് അർജുൻ ഒരു ആഡംബര കാറിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു. അപ്പോൾ അന്ന് അർജുനെ തെറി വിളിച്ച അതേ സെക്യൂരിറ്റി, പക്ഷെ ഇന്ന് സെക്യൂരിറ്റി ഭയങ്കര റെസ്പെക്ടോട് കൂടിയാണ് അർജുനോട് സംസാരിക്കുന്നത്. സർ, നിങ്ങൾ ഉറങ്ങിപ്പോയതാണോ? ഡ്രൈവ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യണേ, ടേക്ക് കെയർ എന്നൊക്കെയാണ് ആ സെക്യൂരിറ്റി അർജുനോട് പറഞ്ഞത്. എന്താണ് ഇവിടെ നടക്കുന്നത് എന്നൊന്നും അർജുന് മനസ്സിലാകുന്നില്ല. കാറിലെ ഹോം ലൊക്കേഷൻ അർജുൻ കണ്ടു. ആ കാർ തന്നെ ഓട്ടോ പൈലറ്റിൽ അഥവാ ഓട്ടോമാറ്റിക് ആയിട്ട് ഡ്രൈവ് ചെയ്ത് വീട്ടിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഇത് ജെഫിന്റെ വീടാണ്. ആ വീട്ടിന്റെ പുറത്ത് അർജുന്റെ കാറും കാണാം. അർജുൻ ജെഫിന്റെ വീട്ടിൽ കയറിയപ്പോൾ ജെഫ് അർജുന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, സർ, താങ്കൾ പറഞ്ഞതുപോലെ ഞാൻ ഗ്യാരേജ് ഒക്കെ മുഴുവനും ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് പണി കൂടി ബാക്കിയുണ്ട്. വൈകുന്നേരത്തിനുള്ളിലായിട്ട് മുഴുവനും ഞാൻ തീർത്തോളാം. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊന്നും അർജുന് മനസ്സിലാവുന്നില്ല. ജെഫിനോട് അർജുൻ ചോദിക്കാണ്, ഇത് ആരുടെ വീടാണെന്ന്. സർ, എന്ത് ചോദ്യമാണ്, ഇത് സാറിന്റെ വീട് തന്നെയല്ലേ എന്ന് ജെഫ് പറയുകയാണ്. അങ്ങനെ ഫോട്ടോസ് ഒട്ടിച്ച് ചുമര് നോക്കാനായി അർജുൻ ചെന്നപ്പോൾ അതിൽ കാണുന്നതൊക്കെ തന്റെ സ്വന്തം ഫോട്ടോസ് ആണ്. അതായത് ജെഫിന്റെ ജീവിതം അർജുന്റെ ജീവിതവുമായി ഗബ്രിയേൽ സ്വാപ്പ് ചെയ്തു. അവിടെ ഗബ്രിയേൽ വന്നപ്പോൾ അദ്ദേഹം എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. അടുത്ത ഒരാഴ്ച നിനക്ക് ജെഫ് ആയിട്ട് ജീവിക്കാം. അപ്പോൾ ജെഫിന് ഇതൊന്നും അറിയത്തില്ലേ എന്ന് അർജുൻ ചോദിച്ചപ്പോൾ, ഇല്ല, അവന് ഇതിനെ കുറിച്ചൊന്നും ഓർമ്മയില്ല. അവൻ നിന്റെ ജീവിതമാണ് ജീവിക്കുന്നത്. അവന് അവന്റെ യഥാർത്ഥ ജീവിതത്തെ കുറിച്ച് അറിയത്തില്ല. സോ അർജുൻ സ്വിമ്മിംഗ് പൂളിൽ ഇരുന്ന് ചില്ലടിക്കുമ്പോൾ ജെഫ് ഭക്ഷണമൊക്കെ കൊണ്ട് വരുന്നത് കാണാം. അപ്പോൾ ഗബ്രിയേലിനെ കണ്ടപ്പോൾ അർജുൻ ഗബ്രിയേലിനോട് ചോദിക്കാണ്, ജെഫിന് താങ്കളെ കാണാൻ കഴിയത്തില്ലേ എന്ന്. ഇല്ല, ഞാൻ സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ എന്നെ കാണാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ജെഫിന്റെ ജീവിതം അർജുൻ അടിച്ചു പൊളിക്കുകയാണ്. അർജുൻ അലിനെ കാണാൻ ചെന്നപ്പോൾ ഗബ്രിയേൽ അർജുനോട് പറയാണ്, അവൾക്ക് നിന്നെ ഓർമ്മയില്ല, അതുകൊണ്ട് നീ വീണ്ടും അവളെ പരിചയപ്പെടേണ്ടി വരും. ഓ, അതിനെന്താ എന്ന് പറഞ്ഞ് അർജുൻ തന്നെ കാമുകിയെ വീണ്ടും പുതിയ ജീവിതത്തിൽ പരിചയപ്പെടാനായി പോവുകയാണ്. അർജുന്റെ ലക്ഷ്യൂറിയസ് ആയിട്ടുള്ള ഈ പുതിയ ജീവിതത്തിലും അർജുൻ തിരഞ്ഞെടുത്തത് എലീനയെ തന്നെയാണ്. ഇപ്പോൾ വീണ്ടും അന്ന് അർജുൻ ചെന്ന അതേ എക്സ്പെൻസീവ് റെസ്റ്റോറന്റിൽ എലീനയെ കൂട്ടി ചെല്ലുകയാണ്. എന്നിട്ട് ഇപ്രാവശ്യം ലാവിഷ് ആയിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. കാരണം അത്രത്തോളം കാശാണ് അർജുന്റെ കയ്യിലുള്ളത്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. അതായത് അർജുൻ തിരിച്ചു തന്റെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങാൻ സമയമായി. ഗബ്രിയേൽ അർജുനോട് പറയാണ്, നിനക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ, പണക്കാരുടെ ജീവിതം അത്ര നല്ല ജീവിതമൊന്നുമല്ല, അവർക്ക് സാധാരണക്കാരേക്കാൾ കഷ്ടപ്പാടുണ്ട്. അപ്പോൾ അർജുൻ പറയാണ്, താൻ എന്തൊക്കെയാണ് പറയുന്നത്? എന്ത് കഷ്ടപ്പാടാണുള്ളത്? ഇതാണ് യഥാർത്ഥ സുഖജീവിതം. വലിയ വീട്, കാറ്, ഇഷ്ടമുള്ള സ്ഥലത്ത് ഭക്ഷണം, ഏത് സമയവും ഏത് രാജ്യത്ത് വേണമെങ്കിലും യാത്ര ചെയ്യാം. അപ്പോൾ ഗബ്രിയേലിന്റെ കാൽക്കുലേഷൻസ് ഒക്കെ പാളി. ഗബ്രിയേൽ വിചാരിച്ചത് പണക്കാരുടെ ജോലിയിലെ പ്രഷറും തലവേദനയും അതൊന്നും അർജുന് താങ്ങാനാവത്തില്ല എന്നാണ്. എന്നാൽ അതൊക്കെ നിസ്സാരമായി അർജുൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ അർജുൻ തിരിച്ച് പഴയ ജീവിതത്തിലേക്ക് മടങ്ങാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിയാൽ തന്നെ അർജുൻ ജീവിതം അവസാനിപ്പിക്കാൻ സാധ്യതയുമുണ്ട്. അർജുൻ ജീവിതം അവസാനിപ്പിച്ചാൽ മാർത്ത മാലാഖ ഗബ്രിയേലിനെ ശിക്ഷിക്കും. അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് ഗബ്രിയേൽ ഇപ്പോൾ നിൽക്കുന്നത്. മാർത്ത മാലാഖ ഗബ്രിയേലിനെ ഒരുപാട് വഴക്കു പറഞ്ഞു. മനുഷ്യരുടെ മുന്നിൽ നീ പ്രത്യക്ഷപ്പെടാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഇത് നീ ആയിട്ട് വരുത്തി വെച്ച പ്രശ്നമാണ്. അതുകൊണ്ട് നിനക്ക് ഇപ്പോൾ ശിക്ഷയായിട്ട് നിന്റെ ചിറകുകൾ ഞാൻ എടുക്കാനായി പോവുകയാണ് എന്ന് മാർത്ത പറയുകയാണ്. എന്ന് നീ അവനെ തിരിച്ച് അവന്റെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുവോ അന്ന് മാത്രമേ നിനക്ക് നിന്റെ ചിറകുകൾ തിരികെ ലഭിക്കത്തുള്ളൂ. ചിറകില്ലാത്ത ഗബ്രിയേലിന് ഇനി ഇൻവിസിബിൾ ആവാൻ സാധിക്കില്ല. അതായത് എല്ലാ മനുഷ്യർക്കും ഇനി ഗബ്രിയേലിനെ കാണാനായി കഴിയും. സോ നമ്മുടെ അർജുൻ ഇവിടെ വലിയ ഒരു പാർട്ടി നടത്തുകയാണ്. പാവം ജെഫ് ആണെങ്കിൽ അവിടുത്തെ വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്യുന്നു. അപ്പോൾ ജെഫിനെ അർജുൻ വിളിച്ചിട്ട് ജെഫിനും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷാമ്പയിൻ കുടിക്കാനായി കൊടുക്കുന്നുണ്ട്. ഈ സമയം അവിടെ ഗബ്രിയേൽ വരികയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ അവസ്ഥയെ കുറിച്ചൊക്കെ അർജുനോട് പറഞ്ഞു, നീ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി പോകാത്തത് കാരണം എനിക്ക് എന്റെ ചിറകുകൾ നഷ്ടപ്പെട്ടു. അതായത് ഇപ്പോൾ എന്റെ ശക്തി കുറഞ്ഞു. അതിലെ കൂടി നടന്നു പോകുന്നതോടെ ജെഫിന്റെ തോളിൽ അറിയാതെ ഗബ്രിയേൽ തൊട്ടു. അപ്പോൾ ജെഫിന് പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടി. ഞാൻ എന്താണ് ഈ വേഷത്തിൽ? അർജുൻ, നീ എന്താ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ജെഫ് ബോധം കെട്ട് വീണു. ജെഫിന് ബോധം വന്നപ്പോൾ എന്താണ് ശരിക്കും നടന്നത് എന്ന് ഗബ്രിയേൽ ജെഫിന് പറഞ്ഞു കൊടുക്കുകയാണ്. ജെഫ് ദേഷ്യത്തിൽ അർജുനോട് തിരിച്ച് നിന്റെ ജീവിതത്തിലേക്ക് തന്നെ പോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അർജുൻ തിരിച്ചു പോകാൻ തയ്യാറല്ല. അപ്പോൾ ജെഫ് അർജുനോട് പറയാണ്, നീ എന്റെ ജീവിതം തിരിച്ചു നൽകാൻ ഞാൻ നിനക്ക് $2,00,000 പ്രതിഫലമായിട്ട് തരാം. അപ്പോൾ അർജുൻ പറയാണ്, നിന്റെ $1 മില്യൺ ജീവിതം തിരിച്ചു തരാൻ വെറും $2,00,000 ആർക്ക് വേണം അത്? അപ്പോൾ ഗബ്രിയേൽ അർജുനോട് പറയാണ്, നീ ചെയ്യുന്നത് ശരിയല്ല. കാരണം ജെഫ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ജീവിതമാണ്
ആണ് ഇത്. അത് നീ അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് തട്ടിയെടുക്കുന്നത് ശരിയല്ല. അപ്പോൾ അർജുനും അത് മനസ്സിലായി. പക്ഷെ അർജുൻ ജെഫിനോട് പറയാണ്, എനിക്കെന്നാൽ ഒരാഴ്ച കൂടി വേണം. അതിനുശേഷം ഞാൻ എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നോളാം. അപ്പോൾ ഗബ്രിയേൽ ജെഫിനോട് അതിന് ഓക്കെ ആണോ എന്ന് ചോദിച്ചപ്പോൾ ജെഫ് ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെയാണ് ട്വിസ്റ്റ്. അർജുന് ജെഫ് തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിൽ ജെഫിനോട് പ്രതികാരം ചെയ്യണം. അതുകൊണ്ട് ആ ഒരാഴ്ച ജെഫിന് ഇവിടെ ജോലി കൊടുക്കാൻ അർജുൻ തയ്യാറല്ല. അതായത് ജെഫ് പുറത്ത് വേറെ എവിടെങ്കിലും ജോലിക്ക് പോകണം. ചിറകില്ലാത്തത് കൊണ്ട് നമ്മുടെ ഗബ്രിയേൽ മാലാഖക്കും പോകാൻ സ്ഥലമില്ല. അപ്പോൾ അദ്ദേഹവും ജെഫിനെ കൂടെ പോവുകയാണ്. അർജുൻ പണ്ട് താമസിച്ച ഹോട്ടലാണ് അവര് രണ്ടുപേരും ഇപ്പോൾ താമസിക്കുന്നത്. പക്ഷെ രാവിലെ തന്നെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവരോട് ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യാനായി വെയിട്രസ് പറഞ്ഞു. അതേപോലെ ബില്ല് കൂടി അടക്കണം. അപ്പോൾ ബില്ല് അടക്കാൻ ജെഫിന്റെ കയ്യിൽ കാശില്ല. അങ്ങനെ അദ്ദേഹം ഫുഡ് ഡെലിവറിക്ക് ജോലിക്ക് കയറുകയാണ്. അതും അദ്ദേഹത്തിന്റെ സ്വന്തം കമ്പനിയില്. വല്ലാത്തൊരു അവസ്ഥയിലെ കൂടിയാണ് ജെഫ് കടന്നു പോകുന്നത്. ജെഫ് ഫുഡ് ഡെലിവറി ചെയ്യുമ്പോൾ കൂടെ നമ്മുടെ ഗബ്രിയേൽ മാലാഖ ചില്ലടിച്ച് വെറുതെ ഇരിക്കും. ഈ സമയം ഫുഡ് ഡെലിവറി ചെയ്യുന്നവരുടെ അവസ്ഥയെ കുറിച്ചൊക്കെ ജെഫ് നല്ലോണം മനസ്സിലാക്കി. വളരെയധികം കഷ്ടപ്പാടാണ്. രാത്രി ഹോട്ടൽ മുറി എടുക്കാനായി എത്തിയപ്പോൾ കയ്യിൽ കാശ് നോക്കിയപ്പോൾ ദിവസം മുഴുവനും പട്ടിയെ പോലെ പണിയെടുത്തിട്ട് പോലും വളരെ കുറച്ച് കാശ് മാത്രമേ ബാക്കിയുള്ളൂ. അതായത് ഇന്ന് രാത്രി അവർക്ക് ഹോട്ടലിൽ കിടക്കാനേ സാധിക്കില്ല. അങ്ങനെ വേറെ വഴിയില്ലാതെ അവർ കാറിൽ തന്നെ കിടന്നുറങ്ങുകയാണ്. ഇനി എന്തിനാണ് നമ്മുടെ അർജുൻ ഒരാഴ്ച കൂടി ജെഫിന്റെ ജീവിതം ജീവിക്കണമെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അതിന്റെ പ്രധാന കാരണം എലീനയെ കൂട്ടി പാരീസ് വരെ വെക്കേഷൻ പോകാനാണ്. എന്നാൽ എലീന ആ ദിവസം ഫ്രീ അല്ല. പുള്ളിക്കാരിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജോലി ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ പണക്കാരനായ അർജുൻ പുള്ളിക്കാരിയോട് എന്തിനാണ് നക്കാപ്പിച്ച് കിട്ടുന്ന ഈ ജോലി എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് എലീനക്ക് നല്ലോണം ഹേർട്ടായി. പുള്ളിക്കാരി വിഷമത്തോടെ അവിടുന്ന് ഇറങ്ങിപ്പോയി. അർജുൻ സോറി പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാൻ എലീന തയ്യാറല്ല. അങ്ങനെ അന്ന് രാത്രി അർജുൻ സങ്കടത്തോടെ കാർ ഓടിക്കുകയാണ്. അതേപോലെ കാർ ഓടിക്കുമ്പോൾ എലീനക്ക് അർജുൻ സോറി പറഞ്ഞ മെസ്സേജ് അയക്കുന്നുമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ കാർ ക്രാഷ് ആവുകയാണ്. ആ ആക്സിഡന്റിൽ നമ്മുടെ അർജുൻ കോമയിലാവുകയാണ്. അതായത് അർജുൻ ഇനി കോമയിൽ നിന്ന് എഴുന്നേൽക്കാതെ ജെഫിന് അദ്ദേഹത്തിന്റെ ജീവിതം തിരിച്ചു കിട്ടത്തില്ല. ഗബ്രിയേൽ മാലാഖയുടെ ജോലി മൊബൈൽ നോക്കി വണ്ടി ഓടിക്കുന്നവരെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുക എന്നതാണ്. അപ്പോൾ ആ ജോലി മര്യാദക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ മാർത്ത ഗബ്രിയേലിനെ വീണ്ടും ശിക്ഷിക്കുകയാണ്. അതായത് മാർത്ത ഗബ്രിയേലിനെ ഒരു സാധാരണ മനുഷ്യനെ പോലെ ശക്തിയൊന്നുമില്ലാതെ ആക്കുകയാണ്. അതായത് ഇനി മുതൽ ഗബ്രിയേൽ ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കണം. ഗബ്രിയേലിന് വിശക്കാനായി തുടങ്ങി. അദ്ദേഹം ആദ്യമായിട്ട് ഭക്ഷണം കഴിക്കാനായി പോവുകയാണ്. എങ്ങനെയാണ് ഭക്ഷണം ചവക്കേണ്ടത് എന്ന് പോലും ഗബ്രിയേലിന് അറിയത്തില്ല. അപ്പോൾ അതൊക്കെ ജെഫ് പഠിപ്പിച്ചു. ആദ്യമായിട്ട് ഭക്ഷണം കഴിച്ച ഗബ്രിയേലിന് അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ജെഫ് ഹോസ്പിറ്റലിൽ വിളിച്ച് അർജുനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ 2 ആഴ്ചക്കുള്ളിൽ അർജുൻ കോമയിൽ നിന്ന് എഴുന്നേൽക്കുമെന്ന് ഡോക്ടർ പറയുകയാണ്. ജെഫ് ഗബ്രിയേലിനോട് പറയാണ്, ഇനി 2 ആഴ്ച കൂടി ഞാൻ കഷ്ടപ്പെടണം. പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്, താങ്കൾ മാലാഖയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് വയ്യ. താങ്കൾ കൂടി ജോലിക്ക് പോകണം. എന്നാലേ കാര്യങ്ങൾ കുറച്ചെങ്കിലും എളുപ്പമാവൂ. അങ്ങനെ മാലാഖയായ ഗബ്രിയേലും ഒരു റെസ്റ്റോറന്റിൽ ഡിഷ് വാഷറായിട്ട് ജോലിയിൽ പ്രവേശിച്ചു. മാലാഖയുടെ അവസ്ഥ നോക്കണേ. അങ്ങനെ നമ്മുടെ അർജുൻ കോമയിൽ നിന്ന് എഴുന്നേറ്റു. നേഴ്സ് അപ്പോൾ അർജുനോട് പറയാണ്, 2 പേര് നിരന്തരമായിട്ട് ഇവിടെ വിളിച്ച് താങ്കളെ കുറിച്ച് അന്വേഷിക്കാറുണ്ട്. അപ്പോൾ അർജുന് ഒരു ഐഡിയ കിട്ടി. സാധാരണ കോമയിലായവർക്ക് മറവി ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് എനിക്ക് മറവി സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് വേണം. സോ നമ്മുടെ ജെഫ് ഫുഡ് ഡെലിവറി ജോലി ചെയ്യുമ്പോൾ ഒരു ദിവസം ഒരു ഡെലിവറി ഓർഡർ വന്നു. നല്ല പരിചയമുള്ള ലൊക്കേഷൻ. അത് അദ്ദേഹത്തിന് സ്വന്തം വീടാണ്. അപ്പോൾ അർജുൻ ഡിസ്ചാർജ് ആയി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ഭക്ഷണവുമായി വീട്ടിലെത്തി. ജെഫാണ് ഭക്ഷണം കൊണ്ടുവന്നത് എന്ന് കണ്ട അർജുൻ ഷോക്കായി. പക്ഷെ അർജുൻ ഡോർ തുറന്നിട്ട് ഒന്നും ഓർമ്മയില്ലാത്ത പോലെ അഭിനയിക്കുകയാണ്. താങ്കൾ ആരാണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് ആക്സിഡന്റിന് ശേഷം മറവി സംഭവിച്ചിട്ടുണ്ട്. ഏതാണ് സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് ജെഫിന് അർജുൻ അത് കാണിച്ചു കൊടുത്തു. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ജെഫ് ഗബ്രിയേലിന്റെ അടുത്ത് വന്ന് പറയുകയാണ്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും അവർക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇൻസ്റ്റഗ്രാമിൽ അർജുന്റെ അക്കൗണ്ട് ജെഫ് നോക്കുമ്പോൾ അർജുൻ ഒരുപാട് സ്ഥലങ്ങളിൽ വെക്കേഷൻ പോകുന്നതൊക്കെ ജെഫ് കണ്ടു. ജെഫിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ജീവിതമാണ് അർജുൻ അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് ജീവിക്കുന്നത്. ജെഫിന് ഈ ജീവിതം മടുത്ത അവസ്ഥയിലായി. എങ്ങനെയാണ് ആളുകൾ പണമില്ലാതെ ജീവിക്കുന്നത് എന്നൊക്കെ ജെഫ് ഗബ്രിയേലിനോട് ചോദിക്കുകയാണ്. ഈ സമയം അവര് നോ പാർക്കിങ്ങിലാണ് കാർ പാർക്ക് ചെയ്തത്. അവിടെ പോലീസ് എത്തുകയും കാർ ട്രക്കിൽ ടോ ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒരു ഐഡിയയും ഇല്ലാതെ നിൽക്കുമ്പോഴാണ് ജെഫിന് ഒരു ഐഡിയ കിട്ടിയത്. വാച്ചേഴ്സ്. അർജുന് അദ്ദേഹത്തിന്റെ വാച്ച് സേഫിന്റെ പാസ്വേഡ് അറിയത്തില്ല. അതുകൊണ്ട് വീട്ടിൽ ചെന്ന് നമ്മൾക്ക് എന്റെ വാച്ചസ് മോഷ്ടിക്കാം. അത് വിറ്റാൽ തന്നെ നമ്മുടെ കയ്യിൽ ഒരുപാട് കാശ് കിട്ടും. വീട്ടിൽ ചെന്നപ്പോൾ അവര് കാണുന്നത് വലിയ പാർട്ടി നടക്കുന്നതാണ്. അത് നമ്മുടെ ജെഫിന്റെ 40th ബർത്ത്ഡേ
ബർത്ത്ഡേ പാർട്ടിയാണ്. ആ പാർട്ടിയാണ് അർജ് ആഘോഷിക്കുന്നത്. അവൻ എന്റെ ജീവിതം മാത്രമല്ല എന്റെ ബർത്ത്ഡേ പോലും മോഷ്ടിച്ചു എന്നൊക്കെ ദേഷ്യത്തോടെ ഗബ്രിയലിനോട് ജെഫ് പറയുന്നുണ്ട്. അതേപോലെ വാച്ച് മോഷ്ടിക്കാനായി കാണാതെ അവര് വീട്ടിൽ കയറിയപ്പോൾ ഗബ്രിയൽ ജെഫിനോട് ചോദിക്കാണ് മോഷ്ടിക്കുന്നതൊക്കെ തെറ്റല്ലേ എന്ന്. അപ്പോൾ ജെഫ് പറയാണ് അതിനാരാണ് മോഷ്ടിക്കുന്നത്? എന്റെ സ്വന്തം വാച്ചസ് ഞാൻ തന്നെ എടുക്കുന്നു. അതെങ്ങനെയാണ് മോഷണമാവുക? സോ ഇവിടെ പാർട്ടി നടക്കുന്ന ആ സ്ഥലത്തെ കാറ്ററിംഗ് ടീമിലെ ജോലിക്കാരിയായിട്ട് അലീന വന്നിട്ടുണ്ട്. പക്ഷെ പുള്ളിക്കാരി അർജുനോട് സംസാരിക്കാനൊന്നും താല്പര്യപ്പെടുന്നില്ല. സോ അർജുൻ പണക്കാരനായെങ്കിൽ കൂടി അദ്ദേഹം ഈ ലോകത്ത് ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആള് തന്നെ ഇപ്പോൾ തിരിച്ചു സ്നേഹിക്കുന്നില്ല. പാർട്ടിയൊക്കെ അവസാനിച്ചു. നമ്മുടെ ജെഫ് ആ വീട്ടിൽ ഒളിച്ചു നിൽക്കുകയാണ്. അങ്ങനെ തക്ക സമയം നോക്കി ആരും കാണാതെ അദ്ദേഹം വാച്ചസ് മോഷ്ടിക്കാനായി അഥവാ എടുക്കാനായി ചെല്ലുകയാണ്. അങ്ങനെ സകല വാച്ചസും എടുത്ത് ബാഗിലിട്ടു. അപ്പോൾ പെട്ടെന്ന് അവിടെ അർജുൻ വന്ന് തോക്കെടുത്ത് ഷൂട്ട് ചെയ്തു. ജെഫിന്റെ കയ്യിൽ വെടിയേൽക്കുകയും ചെയ്തു. പെട്ടെന്ന് അർജുന് മനസ്സിലായി താൻ വെടിവെച്ചത് കള്ളനെയല്ല ജെഫിനെയാണ് എന്ന്. ഓ ജെഫ് നീ ആയിരുന്നോ, സോ സോറി എന്നൊക്കെ പറഞ്ഞ് അർജുൻ വന്നപ്പോൾ ജെഫിന് മനസ്സിലായി അർജുന് മറവിയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന്. നീ എന്റെ ജീവിതവും കൊണ്ടുപോയി എന്റെ കയ്യിലും വെടിവെച്ചു. അപ്പോൾ അർജുൻ ജെഫിനോട് പറയണം താങ്കൾ തന്നെയല്ല എന്നോട് പറഞ്ഞത് ആദ്യം വെടിവെക്കുക എന്നിട്ട് മാത്രം ചോദ്യങ്ങൾ ചോദിക്കുക എന്ന്. ആ ഓർമ്മയിൽ ചെയ്തു പോയതാ, എന്നോട് ക്ഷമിക്കണം. അർജുൻ ജെഫിനെ ആശുപത്രിയിൽ എത്തിച്ചു. താൻ ചെയ്തതിനൊക്കെ അർജുൻ ജെഫിനോട് മാപ്പ് പറയുകയാണ്. അർജുൻ ഇപ്പോൾ സ്വന്തം ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറാണ്. അതിനു മുന്നേ ആയിട്ട് അവര് 3 പേരും ഒന്നിച്ച് ജെഫിന്റെ വീട്ടിൽ നിന്ന് ഒന്നിച്ച് ആഘോഷിക്കുകയാണ്. ആൻഡ് ഫൈനലി അർജുൻ പഴയ ജീവിതത്തിലേക്ക് പോവുകയാണ്. ഗബ്രിയൽ അർജുന്റെ തോളിൽ തൊട്ടു. അപ്പോൾ അർജുൻ തന്റെ പഴയ ജീവിതത്തിൽ മടങ്ങിയെത്തി. അപ്പോൾ അടുത്ത സെക്യൂരിറ്റി നിൽക്കുന്നു. താൻ എന്താ പോകുന്നില്ലേ? തന്റെ കാറിലെ ടൗ ചെയ്ത് കൊണ്ടുപോയത്. ജെഫ് കണ്ണു തുറന്നപ്പോൾ ജെഫിനും തന്റെ പഴയ ജീവിതം തിരിച്ചു കിട്ടി. അദ്ദേഹത്തിനും സന്തോഷമായി. ടൗ ചെയ്ത് കൊണ്ടുപോയ തന്റെ കാർ എടുക്കാനായി അർജുൻ ചെന്നപ്പോൾ ഫൈനൊക്കെ ഓൾറെഡി ആരോ അടച്ചിട്ടുണ്ട്. അത് വേറെ ആരുമല്ല ജെഫ് തന്നെയാണ്. അങ്ങനെ അർജുന് തന്റെ കാർ തിരിച്ചു കിട്ടി. ജെഫ് ഉടമയായ ഫുഡ് ഡെലിവറി ആപ്പിൽ അദ്ദേഹം ഒരു മീറ്റിംഗ് വെക്കുകയാണ്. അതിൽ അദ്ദേഹം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാറ്റം കമ്പനിയിൽ വരുത്തി. ആ മാറ്റം കമ്പനിയിലെ ലാഭത്തെ കുറക്കുന്നതാണ്. വേറൊന്നുമല്ല, ഡെലിവറി ബോയ്സിന് ശമ്പളവും കമ്മീഷനും കൂട്ടി നൽകുക. കാരണം അവർക്ക് ഇപ്പോൾ കിട്ടുന്ന ശമ്പളം കൊണ്ട് നല്ലൊരു ജീവിതം ജീവിക്കാനായി കഴിയത്തില്ല. മുതലാളിമാര് മാത്രം സുഖമായി ജീവിച്ചാൽ പോരാ, കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന തൊഴിലാളികളും നന്നായി ജീവിക്കണം. അതായിരുന്നു ജെഫ് അദ്ദേഹത്തിന്റെ ഫുഡ് ഡെലിവറി ആപ്പിൽ കൊണ്ടുവന്ന വലിയ മാറ്റം. അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. അതേപോലെ നമ്മുടെ അർജുൻ ആണെങ്കിൽ നല്ലൊരു ജോലി ലഭിക്കുകയും അലീനെ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാനും ആരംഭിച്ചു. അവര് രണ്ടുപേരും പണ്ട് പോകുന്ന സ്ഥലത്ത് ഭക്ഷണം കഴിക്കാനായി ചെന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവര് എഴുന്നേറ്റ് പോകുമ്പോൾ ഒരു പ്ലേറ്റിലെ ഭക്ഷണം അവിടെ മാറ്റി വെച്ചിട്ട് അർജുൻ പോകുന്നത് കാണാം. ആ ഭക്ഷണം എടുത്തത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം ഗബ്രിയൽ മാലാഖയാണ്. ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ കൂടി കാണും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.